ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 27-ാം വാക്യം. മത്തായി 16:27. മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇപ്പോൾ കഷ്ടമനുഭവിക്കുന്നവരുടെ പ്രോത്സാഹനത്തിനായി കർത്താവ് പറയുന്നതും, മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ ദൂതന്മാരുമായി വരും. ക്രിസ്തുവിന് വേണ്ടി കഷ്ടമനുഭവിക്കുന്നവർ, അതായത് ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നത് പോലെ തന്നെത്താൻ ത്യജിക്കാൻ ചാകാൻ ഒരുക്കപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു വലിയ റിവാർഡിനെ കുറിച്ച് കർത്താവ് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ സമയത്ത് അവൻ വിധികർത്താവായിരിക്കും. ദൈവം എല്ലാവരുടെയും വിധികർത്താവാണ്. ദൈവമായതിനാൽ യേശു തൻ്റെ അധികാരം വിധികർത്താവ് എന്നുള്ള നിലയിൽ ഉപയോഗിക്കുകയും ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് അനുസൃതമായി പ്രതിഫലം കൊടുക്കുകയും ചെയ്യും. നേരത്തെ ഉൽപ്രാപണം ചെയ്യപ്പെട്ട വിശുദ്ധന്മാരുമായിട്ടാണ് അവൻ ഇറങ്ങി വരുന്നത്. ഭൂമിയിലുള്ള സകല ഗോത്രവും അവനെ ചൊല്ലി വിലപിക്കുമെന്ന് വെളിപ്പാട് പുസ്തകം 1:7 നമുക്ക് വായിക്കാം. അവൻ ജീവനുള്ള സകല ജാതികളെയും തൻ്റെ അടുക്കൽ കൂട്ടി അവരെ ന്യായം വിധിക്കും. യേശുവിൻ്റെ പുനരാഗമനം പ്രതിഫലവും ശിക്ഷയും കൊടുക്കാനാണ്. ഈ ലോകത്തിൽ ഓരോരുവൻ നേടിയ ബന്ധത്തിലല്ല, പിന്നെയോ ചെയ്ത പ്രവൃത്തിക്ക് അനുസൃതമായിട്ടാണ്. അന്ന് ദൈവകൃപ വിട്ട് പിന്മാറിയവർ നിത്യശിക്ഷാവിധിക്ക് അർഹരായി തീരുമ്പോൾ, വിശ്വസ്തയോടുകൂടി കർത്താവിനെ പിൻപറ്റിയവർ അവൻ്റെ ജീവന്റെ കിരീടം ചൂടി അന്ന് സന്തോഷിക്കും. ഈ ഭാഗ്യ പദവിക്ക് വേണ്ടിയുള്ള യഥാർത്ഥ ഒരുക്കം തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് എടുത്ത് യേശുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ്. ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് അനുസരണമായ വിധി അന്നുണ്ടാകുമെന്നുള്ളത് അന്ന് ശരിയായി നടക്കും. ആ ദിവസം വരെ പലരും തെറ്റിദ്ധരിക്കപ്പെടും. ഇപ്പോൾ വിശ്വാസത്യാഗം പെട്ടെന്ന് സൃഷ്ടിക്കപ്പെടുന്നതും ദൈവവിശ്വാസം അഭിനന്ദിക്കപ്പെടുന്നതും നമ്മൾ പെട്ടെന്ന് കാണാറില്ല. എന്നാൽ ആ ദിവസം എല്ലാം ഭംഗിയായി നിറവേറ്റപ്പെടും. അതിനാൽ യാതൊന്നിനെയും സമയത്തിന് മുൻപേ വിധിക്കരുത്. 27-ാം വാക്യത്തിൽ ആദ്യ ഭാഗം ഒരു ഭയനിർദ്ദേശവും ഒടുവിലത്തെ ഭാഗം ശക്തമായ വാഗ്ദത്തവുമാണ്. അത് നിത്യജീവനെക്കുറിച്ചുള്ള, നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പിൻ്റെ വാഗ്ദത്തമാണ്. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് നമുക്ക് വാക്ക് നൽകിയിരിക്കുന്നു. കർത്താവിൻ്റെ വാക്കുകളിൽ നമുക്ക് വിശ്വസിക്കാം. ദൈവവചനത്തിൽ നമുക്ക് പ്രത്യാശിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ടവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ പുതിയ ദിവസത്തിൻ്റെ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയത് ഓർത്ത് സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ദൈവ വചനത്തോടുള്ള അനുസരണത്തിലും പ്രതീക്ഷയിലും പ്രത്യാശയിലും ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും കാവലും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.